ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 4 ഏപ്രിൽ 2026 4-ാം ദിവസമാണ് ഈ മാസത്തേത്. ഈ വർഷത്തിലെ 94-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 49-ാമത്തെ ദിവസമാണ്. 465-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം അറിയിപ്പിൻ്റെ ശനിയാഴ്ച. അറിയിപ്പിൻ്റെ ശനിയാഴ്ച അറിയിപ്പിൻ്റെ ശനിയാഴ്ച ദുഃഖ ശനിയാഴ്ച എന്നും അറിയപ്പെടുന്നു. കർത്താവ് പാതാളത്തിൽ പരേത് ആത്മാക്കളോട് സുവിശേഷം അറിയിച്ച ദിവസമാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയോൻ മേശയിൽ വായിക്കാൻ പോകുന്നതായ വേദഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വേദഭാഗം ആണ്. ആദാം മുതലുള്ള എല്ലാ പരേതരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന സന്ദേശം, ഈ സുവിശേഷം അറിയിക്കുന്നതിനായി യേശു മൃതലോകത്തേക്ക് പ്രവേശിച്ച ദിവസമാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. ഈ ദിവസത്തെ 6-ാം മണിയുടെ സെതറായിൽ ഇന്ന് പാതാളം മേടമാസം പോലെ സ്തുതികളാൽ പുഷ്പിച്ചു. ഇന്ന് മരണത്തെ ബന്ധിച്ച് ആദാമിനെ മോചിപ്പിച്ചത് കണ്ടിട്ട് ശവക്കല്ലറകൾ ദുഃഖിച്ചു. ഇന്ന് മരിച്ചവരെയും കർത്താവിൻ്റെ ബഹുമാനം തൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് ഒരേ സ്വരത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു എന്ന് ഇവിടെ ചൊല്ലുന്നുണ്ട്. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാതിരുന്നവരും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടവരുമായ ആത്മാക്കളോട് താൻ പ്രസംഗിച്ചു എന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹാ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അറിയിപ്പിൻ്റെ ശനിയാഴ്ച രാത്രി 1-ാം കൗമായിലെ സെതറായിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വമനസാൽ നീ നിന്നെ മരണത്തിലേൽപ്പിച്ച് കൊടുക്കുകയും പാതാളത്തിലെ മരിച്ചവരോട് നിന്റെ പ്രവേശനത്തിൻ്റെ മഹാരഹസ്യം അറിയിക്കുകയും നോഹയുടെ കാലത്ത് പോലും അനുസരിക്കാതിരുന്ന ആത്മാക്കളോട് എന്ന് പറഞ്ഞ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിദ്ര പ്രാപിച്ചവരായ വാങ്ങിപ്പോയവർ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട് അവരുടെ തലകൾ ഉയർത്തി കർത്താവിൻ്റെ കൃപയെ സ്തോത്രം ചെയ്തു എന്ന് കെംതിയായുടെ പ്രഭാത പ്രാർത്ഥനയിലും പാടുന്നുണ്ട്. നിൻവരവോർത്തു വസിച്ചു മരിച്ചവർ കിന്നരെ മോദിപ്പിക്കും നിൻ തേജസ്സതിനെ കണ്ടിന്നേ ദിവസം തങ്ങളുടെ തലകൾ ഉയർത്തി നിൻ കൃപയെ സ്തുതി ചെയ്യുന്നു. മൃതിയെ കൊന്ന് തകർത്ത പാതാളത്തിൻ്റെ വാതിൽ എന്ന പ്രയോഗം കർത്താവിൻ്റെ പാതാള പ്രവേശനത്തെ പ്രഖ്യാപിക്കുന്നു. വിഴുങ്ങുന്ന പാതാളത്തിലേക്ക് തൻ്റെ ആത്മാവിനാൽ ഇറങ്ങി അവിടെ മരിച്ചവരുടെ ഉയർപ്പിനെ പ്രസംഗിച്ച മരണത്തിൻ്റെയും നിര്യാണത്തിൻ്റെയും നാഥ നിനക്ക് സ്തുതി എന്ന് രാത്രി 3-ാം കൗമായുടെ സെതറായിൽ ചൊല്ലുന്നു. ആ പ്രവേശനത്തിങ്കൽ സങ്കീർത്തനക്കാരന് പ്രകാരം പാടുന്നു: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. സൈന്യങ്ങളുടെ കർത്താവ് താൻ തന്നെ എന്നേക്കും മഹത്വത്തിൻ്റെ രാജാവാകുന്നു എന്ന് സങ്കീർത്തനം 24-7 മുതൽ 10 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അറിയിപ്പിൻ്റെ ശനിയാഴ്ചയിലെ ഹൂത്തോമയിൽ ഇപ്രകാരം പാടുന്നു: 7.5 നാഴിക പകലുള്ളപ്പോൾ കുരിശിൽ നിന്നും മശിഹ പോയാൽ മൃതരെ കാണാൻ പാതാളത്തിൽ അവരോടവിടെ പുനരുദ്ധാനം ഘോഷിച്ചേറ്റം നാശത്തടവിൽ പൂണ്ടോർക്കെല്ലാം മോചനമരുളി. ഈ ഹുതോമയുടെ നാം കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ക്ലിയറാകും അവിടെ എന്താണ് പാതാളത്തിൽ സംഭവിച്ചതെന്ന്. ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗത്ത് അമരിത്യയിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുക്കുന്നതിന് പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. നോക്കോദിമോസ് ഏകദേശം 100 റാത്തൽ 100 അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് യേശുവിൻ്റെ ശരീരം
അടക്കം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് അറിയാം. അമരിത്യക്കാരൻ ജോസഫ് വളരെ സമ്പന്നനായിരുന്നുവെന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 27-ാം അധ്യായം 57 പറയുന്നുണ്ട്. ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായിരുന്നു ജോസഫ്. ജോസഫ് പാറയിൽ കുഴിച്ച സ്വന്തം കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. ക്രിസ്തുവിന് എതിരായി തീരുമാനമെടുത്ത സന്നിധിയും സംഘത്തിന്റെ ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. കുറ്റവാളികളുടെ മൃതശരീരം മൃഗങ്ങൾക്ക് ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കുന്ന രീതിയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ജോസഫ് യേശുവിന്റെ ശരീരം പിലാത്തോസിനോട് ചോദിച്ചുവെന്ന് നമുക്ക് അറിയാം, ചോദിച്ചു വാങ്ങി. അരിമത്യാക്കാരൻ ജോസഫ് ലിഡ എന്ന സ്ഥലത്ത് ആദ്യ ക്രിസ്തീയ സമൂഹത്തെ സംഘടിപ്പിക്കുകയും അപ്പോസ്തലനായ ഫിലിപ്പോസിനോടുകൂടെ ഷൗൽ എന്ന സ്ഥലത്തും പിന്നീട് ഗ്ലോസ്റ്റൻബറി എന്ന സ്ഥലത്തും സുവിശേഷം അറിയിച്ചതായി ചില ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഈ 49 ദിവസം നോമ്പ് നോക്കി ഇനിയും നാളത്തെ ദിവസം ഉയർപ്പ് ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ 49 ദിവസത്തെ നോമ്പിനോടകത്ത് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈ വലിയ നോമ്പിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ നോമ്പിൽ നാം എടുത്ത ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവമക്കളായി മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ, നാം ആത്മീയമായി ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ നാം ഒരു അവകാശിയായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ പാതയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഈ നോമ്പ് വളരെ ആത്മീയമായി സന്തോഷകരമായി പര്യവസാനിപ്പിച്ച് നാളെ ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അവൻ്റെ ആ ഉയർപ്പിൽ നമുക്ക് സന്തോഷിക്കാം. ഒരു പുനരുത്ഥാനവും ഒരു വീണ്ടെടുപ്പും ഒക്കെയും ഉണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ആത്മതപനം ചെയ്ത് നാം ഓരോരുത്തരും അവൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.